കലാഭവൻ മണി അന്തരിച്ചിരിക്കുന്നു. കലാഭവൻ മണി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു മണി ചികിത്സയിലിരുന്നത്. 1971 ജനുവരിയിൽ തൃശ്ശൂരിലെ ചാലക്കുടിയിൽ ജനിച്ച കലാഭവൻ മണി കൊച്ചി അമൃത ആശുപത്രിയിൽ 7:15 അന്തരിച്ചിരിക്കുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലുമായിരുന്നു. കലാഭവൻ മണി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഫക്രുദ്ദീൻ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കലാഭവൻ മണി മരിച്ചിരിക്കുന്നു. 2016 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സാഹിത്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മലയാളികൾക്ക് തീരാ നഷ്ടം എന്ന് തന്നെ എല്ലാവരും വിലയിരുത്തപ്പെടുമ്പോൾ കലാഭവൻ മണിയുടെ ആ ഒരു യാത്ര ഒരുപക്ഷെ മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിൽ എത്തി നിൽക്കുക, നേരത്തെ BD ദേവസ്യ സൂചിപ്പിച്ചതനുസരിച്ച് ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാവുക, ആ ബോധത്തിൽ നിന്നൊരു മനസ്സുണ്ടാവുക, അവിടെ പ്രവർത്തിക്കാൻ കഴിയുക, ഒരു സ്വപ്നങ്ങൾ ഭാവിയെക്കുറിച്ച് ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ പങ്കുവയ്ക്കുക, ഒരു നടൻ്റെ ആർജവത്തിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ ആർജവം എത്രമാത്രം ഉജ്ജ്വലമായി നിൽക്കുന്നു കലാഭവൻ മണിയിൽ എന്നാണ് ഈ പ്രമുഖരുടെ ഒക്കെ അനുസ്മരണങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നതിൻ്റെ പാരഫർണേരി പെട്ടി പോയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. അദ്ദേഹം എപ്പോഴും ഈ ഓണത്തിനും വിഷുവിനൊക്കെ തന്നെ ചാലക്കുടി പോയെന്ന് കള്ളു കുടിക്കുക, അത് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരു പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ചില ടേംസ് ഞാൻ ഈ മിഡിൽ ക്ലാസ് സെൻസിറ്റിവിറ്റിയൊക്കെ കുറച്ചുള്ള ആളാണ്, എനിക്ക് വല്ലാത്ത അരോചകമായി തോന്നാറുണ്ട്. പക്ഷേ ആ പാട്ട് ജന ആവേശമായി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടില്ലാത്തതുകൊണ്ട് എത്രയും ചില വാക്കുകൾ അപ്പോൾ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ തന്നെയായിരുന്നു മണിയുടെ ഏറ്റവും വലിയ ശക്തി. മണി ജനവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പൊതുവെ നമ്മൾ ഈ സിനിമാ താരങ്ങൾ വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ താരങ്ങളുടെ പ്രശ്നം, അവർ നമ്മളെല്ലാം വീട്ടിലെ ഒരു ചേട്ടനോ അല്ല അനിയനോ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മഹേഷ് ബാബു ആണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചേട്ടനായി, ജോൺ ബിട്ടർ സാറിന് അനിയനായിട്ട് ഫീൽ ചെയ്യും. അത് ലാലേട്ടനാണ് നമുക്ക് ഏട്ടനായി ഫീൽ ചെയ്യും, മമ്മൂക്കായി ഫീൽ ചെയ്യും. പക്ഷേ ഇവരോട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടേതായ ലിമിറ്റേഷൻ കൊണ്ടുപോയി നമുക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പലപ്പോഴും. വളരെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല മനുഷ്യന്മാർ നമുക്ക് മനസ്സിലാകുള്ളൂ. 1-2 ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്കത് നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ എന്നെപ്പോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ മണി അങ്ങനെയല്ല. മണി ഇപ്പോൾ ട്രെയിൻ നമ്മൾ മണിയേട്ടെന്ന് വിളിച്ചാൽ, മണിയാശ എന്ന് വെച്ചാൽ മണി അത് റെഡിയാണ്. മണിയാശ ആ നിമിഷം മണിയായി മാറും. എന്ന് വെച്ചാൽ ഒരു അകലം കീപ്പ് ചെയ്തിരുന്നില്ല. മണി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മണിയുടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മണി ഒരു എന്താ പറയുക മാതൃകയാക്കിയത് രജനീകാന്തിനെയാണ്. രജനീകാന്ത് ആ സ്റ്റാർഡത്തിന് ഉള്ളിൽ നിന്ന് എപ്പോഴും വെളിയിൽ കടക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഗെറ്റപ്പുകൾ ആ രീതി എന്താണോ രജനീകാന്ത് ആ രീതിയിൽ തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടും. അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപെടുന്ന രീതി. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പം മലയാളത്തെക്കാട്ടും കൂടുതൽ എനിക്ക് അന്ന് മണി കൂടുതൽ രക്ഷപ്പെടാൻ സാധ്യത തമിഴിലാണെന്ന്. കാരണം വെച്ചാൽ മലയാളത്തിൽ ഈ പറഞ്ഞ ഒരു ആര്യൻ നായക സങ്കല്പമുണ്ട്. അത് നമ്മുടെ നാടും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആര്യൻ രക്തം കടന്നിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ കാണാൻ ഒരുപാട് ആര്യൻ രക്തം കലർന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഫെയർ ആയിട്ടിരിക്കുന്നത് ഒരു ഫാക്ടറാണ്. അപ്പം തമിഴ്നാട്ടിലാണ് അങ്ങനെയല്ല. അപ്പോൾ അവരുടെ ഇപ്പം മണീനൊക്കെ താരമായി കരുതുന്ന അവരുടെ ഒരു യാഥാസ്ഥിക ബോധം രജനീകാന്തിനെ കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ മണിയാണെങ്കിൽ ചെമ്പം വിനോദാണെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിയ സ്ഥലം ഒരു താരമായിട്ട് വളരെ നമ്മളെ കൺവെൻഷനായി നോക്കുമ്പോൾ പറ്റുന്ന സ്ഥലം തമിഴ്നാടാണ്. പക്ഷേ ഇപ്പം കേരളത്തിൽ നിന്ന് ആ സെൻസിബിലിറ്റി ഒക്കെ മാറി വരുന്നു എന്നുള്ളത് നല്ല ഉദാഹരണമാണ്. അതിന് തുടക്കം കുറിച്ച ആളാണ് മണി. അപ്പം മണിയെ സംബന്ധിച്ചിടത്തോളം മണി നമുക്കൊക്കെ പറ്റുന്നത്, കേരളത്തിൽ പറ്റുന്നത് ആരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് പത്മരാജനാണെങ്കിലും ഭരതനാണെങ്കിലും ഇപ്പം ന്യൂ ജനറേഷൻ സിനിമകൾക്കൊക്കെ കിട്ടുന്ന ആക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ സത്യത്തിൽ അന്നേ പത്മരാജനും ഭരതനൊക്കെ കിട്ടേണ്ടതായിരുന്നു. മണിയെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഇനി അങ്ങോട്ട് മണി ഇപ്പം മലയാള സിനിമയെ പറ്റി നമ്മൾ ഈ മരിച്ചുപോയ പല ആളുകളും ഉണ്ട്. പക്ഷെ മണിയെ പറ്റി പറയുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി പറയേണ്ടി വരും. കാരണം വെച്ചാൽ മലയാളത്തിൻ്റെ നായക സങ്കല്പത്തിലും സ്റ്റാർഡത്തെ പറ്റിയുള്ള സങ്കല്പത്തിലെല്ലാം തന്നെ വലിയ വ്യതിയാനങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മണി. ഈ ചെമ്പൻ പ്രമോദിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഫഹദ് ബാസിൽ ഈ കഷണ്ടി ആയിട്ട് വരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ കാണുന്നത് മണി അതിന് മുമ്പേ നടന്നിരുന്നു. ഈ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം വെച്ചുകൊണ്ട്, സോക്കോൾഡ് നെഗറ്റീവ്സ് വെച്ചുകൊണ്ട് മണി മുന്നേ നടന്നിരുന്നു. അത് തന്നെയാണ് മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമാ ലോകത്ത് തൻ്റെതായ വ്യക്തിത്വത്തോടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേ നടന്ന നടൻ കലാഭവൻ മണി അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കലാഭവൻ മണി അനുസ്മരിക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്തതയുള്ള തലങ്ങളിൽ ഓർത്തെടുക്കുന്നു. സിനിമയിൽ, നാടൻ പാട്ടുകളിൽ, മിമിക്രിയിൽ, അതോടൊപ്പം തന്നെ മറ്റ് പല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ. മലയാള സിനിമയിൽ അഭിനയത്തിൻ്റെ വേറിട്ട പാത തീർക്കുകയും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത കലാഭവൻ മണി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കലാഭവൻ മണി. പി സത്യൻ, ഒരുപക്ഷെ സല്ലാപം സിനിമ
നാം എടുത്തു കഴിഞ്ഞാൽ, അക്ഷരം മാറ്റിവെച്ച് കഴിഞ്ഞാൽ സല്ലാപത്തിലെ ചെത്തുകാരൻ രാജപ്പൻ, ആ വേഷത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഫക്രുദ്ദീൻ അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ബെൻ ജോൺസൺ ആയി കഴിഞ്ഞാലും, അതോടൊപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ അതിനപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആറാം തമ്പുരാനിലെ അത്തരം വേഷങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ വ്യത്യസ്തത എന്ന് പറയുമ്പോഴും അതിനൊക്കെ ഒരു കലാഭവൻ മണി ടച്ച് ഉണ്ടായിരുന്നു. ആറാം തമ്പുരാനിലെ കലാഭവൻ മണിയുടെ ആ നമ്പൂതിരി വേഷം എന്ന് പറയുന്നാൽ നമ്പൂതിരി വേഷമല്ല, പക്ഷേ കലാഭവൻ മണി സൃഷ്ടിച്ച ഒരു നമ്പൂതിരി ഉണ്ട് അതിൽ, പി സത്യൻ. അത്തരത്തിലേക്ക് വരുമ്പോൾ ആ അനുഭവ ബോധം ഒരുപക്ഷെ നേരത്തെ ബി ഡി ദേവസി ചൂണ്ടിക്കാണിച്ചതുപോലെ ചാലക്കുടിക്കാരൻ്റെ അംശം നിലനിർത്തുന്നു. അതിലൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഒക്കെ ആ കഥാപാത്രത്തിൽ എത്രമാത്രം സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു. സംവിധായകൻ സിബി മലയിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സിബി മലയിൽ, തനതായ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇവിടെ അനുസ്മരിക്കുന്നവരൊക്കെ പറയുന്നത് വ്യത്യസ്ത ചലച്ചിത്രങ്ങൾ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അവിടെ എടുത്ത പേരുകൾ സല്ലാപമായി കഴിഞ്ഞാലും ആറാം തമ്പുരാനിലെ നമ്പൂതിരി ആയി കഴിഞ്ഞാലും മണിയുടേതായ ചില കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആ നടനെ ഏതു തരത്തിൽ കാണുന്നു, അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ? യെസ്, സിബി മലയിൽ, താങ്കൾ എന്റെ ആദ്യത്തെ സിനിമയിലെ അദ്ദേഹമാണ്. യെസ്, ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിച്ചത് എന്റെ സിനിമയിലാണ്, അക്ഷരം സിനിമയിലാണ്. അതില് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചത്. ഓട്ടോറിക്ഷ ഓടിച്ച് ഡയലോഗ് പറയേണ്ട ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അത് അങ്ങനെ എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ചാലക്കുടിക്കാരനായ സുന്ദർദാസ് ആണ് മണിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. ഇവിടേക്ക് വരുന്നത് സ്വന്തം ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ എന്നെ കാണാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലാണ് മണി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പക്ഷെ മണി വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വരികയും ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് തന്നെ അഭിനയിക്കുകയും അങ്ങനെ കടന്നു വന്ന മണി പിന്നീട് എന്റെ തന്നെ സമരംഭത്തിലും ആയിരത്തിലൊക്കെ വഹിച്ചു. മണിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മണിയുടേതായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ, മണിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ടായി. മണി നായകവേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകൾക്കായിട്ട് സംവിധായകരൊക്കെ അത്തരം സിനിമകൾ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. മലയാളത്തിന്റെയും അതിരുകൾക്കപ്പുറത്തേക്കും സാന്നിധ്യം അറിയിച്ച സിനിമകളുണ്ട്. രജനീകാന്തിന്റെയും കമലഹാസന്റെയും ഒപ്പം അഭിനയിക്കുന്ന ഒരു വളർച്ചയിൽ മണി എത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു വളരെ ജീവിതത്തിന്റെ ഏറ്റവും താഴത്തെ അവസ്ഥയിൽ നിന്നും ഏറ്റവും ദാരിദ്ര്യവും കഷ്ടതകളും ഒക്കെയുള്ള ജീവിത അവസ്ഥകളിൽ നിന്നും മണി ഒരു കലാകാരനൊന്നുമില്ല, തന്റെ ഉള്ളിൽ കല എന്ന് പറയുന്ന ഒരു സമ്പാദ്യം കൊണ്ട് മാത്രം മണി ഈ ജീവിതത്തെ കെട്ടിപ്പിടിച്ചവനാണ്. അതുകൊണ്ട് തന്നെ മണിയെ ഒരു കലാകാരനോട് തന്നെ യെസ്, ചില സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. അത്തരത്തിലാണ് സിബി മലയിൽ അനുസ്മരിക്കുന്നത് പി സത്യൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യ മണിയുടെ അക്ഷരം എന്നുള്ള സിനിമയിൽ കൂടെ വരുമ്പോൾ വ്യത്യസ്ത തലങ്ങളാണ് മണിക്ക് ഉള്ളത്. സിനിമയോടൊപ്പം തന്നെ സിനിമയിൽ ഉള്ളിലെ നാടൻ പാട്ട്, സിനിമ വിട്ടുള്ള നാടൻ പാട്ട്, വേദികളിൽ അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ പാട്ടുകളിലൂടെ നാടൻ ശീലുകളിൽ അവതരിപ്പിച്ച മണി. അതോടൊപ്പം തന്നെ 2009 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാൽ ചുണ്ടൻ്റെ അമരക്കാരനായ മണി. വ്യത്യസ്ത തലങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുമ്പോൾ മണി, കലാഭവൻ മണി, മലയാളിയുടെ മുന്നിൽ മലയാളത്തിൻ്റെ നടനവിസ്മയം തീർത്ത് അദ്ദേഹം അരങ്ങൊഴിഞ്ഞിരിക്കുന്നു അമൃത ആശുപത്രിയിൽ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന്. മലയാള സിനിമയിൽ അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ തനതായ വ്യക്തിത്വം പുലർത്തി തൻ്റേതായ കാൽമുദ്ര പതിപ്പിച്ച കലാഭവൻ മണി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചിരിക്കുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പി സത്യൻ, ഒരുപക്ഷെ നേരത്തെ സിബി മലയിൽ പറഞ്ഞതനുസരിച്ച് തൻ്റെ ആദ്യ സിനിമയിൽ ഏതു തരത്തിലായിരുന്നു മണി ഇടപെട്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ വാതിലുകൾ വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യസ്തമായ വാതിലുകളൊക്കെ തുറന്ന് സാധാരണ ജീവിതത്തിൽ നിന്ന് വലിയ ജീവിതത്തിലേക്ക് എന്നാണ് സിബി മലയിൽ പറഞ്ഞതും. അങ്ങനെയൊക്കെ പോകാനുള്ളൊരു ആർജവം മറ്റ് നടന്മാരിൽ നിന്ന് നാം എത്രമാത്രം വ്യത്യസ്തമായാണ് കലാഭവൻ മണിയുടെ ആ ആർജവത്തെ കാണേണ്ടത്? കലാഭവൻ മണി ഒരു നടൻ അപ്പുറത്തേക്ക് വളർന്ന് ഒരു വലിയൊരു ജീവിതത്തിൽ തന്നെ ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഒരു സാംസ്കാരിക രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറുതെ അങ്ങനെ അഭിനയിക്കുക, അതിൽ കുറേ പ്രേക്ഷകരുടെ ആനന്ദം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നേടിയെടുക്കുക എന്നതിലപ്പുറത്തേക്ക് ജീവിതത്തിൽ അദ്ദേഹം ഇടപെടുകയായിരുന്നു. സാംസ്കാരിക രംഗത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു.
രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു പാർട്ടിയിലും ചേർന്ന് ഒരു ആക്ടിവിസ്റ്റായി പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈസ്തറ്റിക്സിൽ, സൗന്ദര്യബോധത്തിൽ, സൗന്ദര്യശാസ്ത്രത്തിൽ, സംഗീതമായിരുന്നാലും അഭിനയമായിരുന്നാലും ഇതിലൊക്കെ തന്നെ മാനുഷികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ഹ്യൂമനിറ്റിയുടെ ഒരു പൊളിറ്റിക്സ്. ഹ്യൂമനിറ്റി എന്ന് പറയുന്നത് ഹ്യൂമനിസം അല്ല ഞാൻ പറയുന്നത്, ഹ്യൂമനിറ്റിയുടെ മനുഷ്യത്വം, മനുഷ്യസ്നേഹം. ആ മനുഷ്യസ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർ, ആ മനുഷ്യൻ്റെ, ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ, പിന്നെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവൻ്റെ, രോഹിത് വെമുലയെ പോലെ ഉള്ള ഒരു പോസ്റ്റിലിറ്റിയുടെ അതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം അത് വളരെ കടുത്ത രീതിയിൽ അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ട്. ആ വേദന തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയുക സമയമാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മരണം തേടിയെത്തുകയാണോ അല്ല അദ്ദേഹം മരണത്തെ തേടിയതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തായിരുന്നാലും അത് തെളിയിക്കുന്നത് ഹി വാസ് റിയലി എന്താണ് പറയുക, ഒരു ഫൈറ്റർ ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചറൽ പൊളിറ്റിക്സ്. അദ്ദേഹം സാംസ്കാരിക രംഗത്തുള്ള അധീശത്വ ഭാവനകളെയും അധീശത്വത്തെയും ശക്തമായി എതിരിട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണം. അക്ഷരം എന്ന സിനിമയിൽ തുടങ്ങി ഏറ്റവും പുതുതായി സിനിമയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക്, മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്ത്, അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സാമൂഹിക പ്രതിബദ്ധതയോടെ നടൻ എന്ന നിലയിലാണെങ്കിൽ നടൻ, അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്താണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി, രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ഇടതുപക്ഷ മനസ്സ്, അത്തരത്തിലാണ് എല്ലാവരും കലാഭവൻ മണിയെ അനുസ്മരിക്കുന്നത്. കലാഭവൻ മണി 45-ാമത്തെ വയസ്സിൽ വിട ചൊല്ലുമ്പോൾ മലയാള സിനിമയ്ക്ക്, മലയാള സമൂഹ രംഗത്ത്, മലയാള രാഷ്ട്രീയ രംഗത്തിന് തീരാനഷ്ടം എന്ന് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. 7:15 കലാഭവൻ മണി വിട പറഞ്ഞിരിക്കുന്നു സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ ലോകത്തോട്. കലാഭവൻ മണി അന്തരിച്ചു. ഫക്രുദ്ദീൻ, ഏറ്റവും ചുരുക്കി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നുള്ള തലത്തിലേക്കാണ് എല്ലാവരും പറയുന്നത്. വ്യത്യസ്തനായ കലാഭവൻ മണി, ഈ വ്യത്യസ്തത, മണി മാറി നടന്നിട്ടുള്ള ഈ രീതി, ജോസ് പ്രകാശ് ട്രാഫിക് എന്ന സിനിമയിൽ പറഞ്ഞ പോലെ അതിനുശേഷം ഒരുപാട് ആളുകൾ, ചെമ്പൻ വിനോദിനെ പോലെയുള്ള, നമ്മുടെ ഫഹദിനെ പോലെയുള്ള ഒരുപാട് ആൾക്ക് മാറി നടക്കാനുള്ള പ്രേരണയായിട്ടുണ്ട്. അത് നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിലും മരിച്ച ട്രാഫിക്കിൻ്റെ സംവിധായകനായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കേരള സമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട. മലയാളിയുടെ ചില തെറ്റായ ശീലങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അത് ഒന്ന് ഈ പറഞ്ഞ മദ്യപാനത്തിൻ്റെ പ്രശ്നമുണ്ട്, 2 ഈ പറഞ്ഞിട്ടുള്ള ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മണിയുടേതാണെങ്കിലും ഈ പറഞ്ഞിട്ട്. കാരണം കരൾ രോഗം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ വസ്തുത കൂടി ഈ മനസ്സിലാക്കുന്ന ഒരു സന്ദേശം കൂടി തന്നിട്ടാണ് മണി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, കലാഭവൻ മണി അന്തരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ജോൺ ബ്രിട്ടാസ് കലാഭവൻ മണിയുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങൾ.